വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം റെക്കോർഡ് ഭേദിച്ച് നാഴികക്കല്ലുകളോടെ ഒരു വർഷം പൂർത്തീകരിക്കുകയാണ്. ആ റിപ്പോർട്ടിലേക്ക് പോകാം. പ്രവർത്തനം ആരംഭിച്ച് ആദ്യത്തെ 10 മാസത്തിനുള്ളിൽ തന്നെ 1 ദശലക്ഷം TU ചരക്ക് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വേഗതയേറിയ ഇന്ത്യൻ തുറമുഖമെന്ന നേട്ടമാണ് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ലിമിറ്റഡ് വികസിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്ന വിഴിഞ്ഞം തുറമുഖം സ്വന്തമാക്കിയത്. ഉദ്ഘാടന വർഷത്തിൽ തന്നെ 615 കപ്പലുകൾ വിഴിഞ്ഞത്തെത്തി. 1.32 ദശലക്ഷം TUകൾ ആദ്യ വർഷം തന്നെ വിഴിഞ്ഞം തുറമുഖം കൈകാര്യം ചെയ്തു. 399 മീറ്ററിലധികം നീളമുള്ള 41 അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലുകളാണ് വിഴിഞ്ഞത്തെത്തിയത്. 300 മീറ്ററിൽ കൂടുതൽ നീളമുള്ള 154 കപ്പലുകളും 16 മീറ്ററിൽ കൂടുതൽ ഡ്രാഫ്റ്റുകളുമായി 45 കപ്പലുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. 17.1 ആഴമുള്ള MSC വെറോണ തീരത്തടുത്തതോടെ ആഴമേറിയ ഡ്രാഫ്റ്റ് കപ്പലുകൾക്കും പ്രവേശനം ലഭിക്കുന്ന ആദ്യ ദക്ഷിണേഷ്യൻ തുറമുഖമായി വിഴിഞ്ഞം മാറി. MSC പലോമ കപ്പലിലെത്തിയത് 10,576 TUമായാണ്. ഒരു കപ്പലിലെ ഏറ്റവും ഉയർന്ന TU നിരക്കാണിത്. ഒരു മാസത്തെ ഏറ്റവും ഉയർന്ന ഗ്രോസ് ക്രെയിൻ നിരക്കായ 28.52 ഒക്ടോബറിൽ വിഴിഞ്ഞം കൈവരിച്ചു. ഉയർന്ന കാര്യക്ഷമതയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ തുറമുഖമാണ് വിഴിഞ്ഞം. തുറമുഖ പ്രവർത്തനങ്ങളിൽ വനിതാ ഓട്ടോമേറ്റഡ് ക്രെയിൻ ഓപ്പറേറ്റർമാരെ വിന്യസിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ തുറമുഖമെന്ന ബഹുമതിയും വിഴിഞ്ഞത്തിനാണ്. വേഗത്തിലുള്ള ലാൻഡ്സ്ലൈഡ് ഫ്ലോകൾ പ്രാപ്തമാക്കുന്ന നൂതന വാഹന ഗതാഗത മാനേജ്മെന്റ് സിസ്റ്റത്തിനായി മെയ്ഡ് ഇൻ ഇന്ത്യ സാങ്കേതികവിദ്യയുടെ വിന്യാസമാണ് വിഴിഞ്ഞം തുറമുഖത്തുള്ളത്. 3 കിലോമീറ്റർ നീളവും 28 മീറ്റർ ഉയരവും 125 മീറ്റർ വീതിയുമുള്ള ബ്രേക്ക് വാട്ടർ വിഴിഞ്ഞം തുറമുഖത്തിന്റെ മികവാണ്. 20 മീറ്റർ സ്വാഭാവികമായ ആഴം, വലിയ ഡ്രഡ്ജിംഗ് ഇല്ലാതെ തന്നെ ചരക്ക് കപ്പലുടെ തടസ്സമില്ലാത്ത ബെർത്തിംഗ് അനുവദിക്കുന്നു. വർഷം മുഴുവൻ സ്ഥിരതയുള്ളതും തടസ്സമില്ലാത്തതുമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്ന കുറഞ്ഞ ലിറ്റോറൽ ഡ്രിഫ്റ്റും തുറമുഖത്തിനുണ്ട്. കിഴക്ക് പടിഞ്ഞാറൻ പ്രധാന കപ്പൽ പാതകൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം ഇന്ത്യയുടെ മുൻനിര ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് കേന്ദ്രമായി വളർന്നു വരികയാണ്. ഏറ്റവും വലിയ കപ്പലുകൾ കൈകാര്യം ചെയ്യാനുള്ള സമാനതകളില്ലാത്ത സാഹചര്യം ആഗോള ലോജിസ്റ്റിക്സിലും സമുദ്ര വ്യാപാരത്തിലും ഇന്ത്യയുടെ സാന്നിധ്യം വിഴിഞ്ഞം തുറമുഖത്തിലൂടെ ശക്തിപ്പെടുത്തും. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.